അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി പോലും പണി ചെയ്തിട്ടും ഓവർ ടൈം ചെയ്തിട്ടും കുടുംബം പോറ്റാൻ പറ്റാതെ കടങ്ങളിൽ വിഷമിക്കുന്നവരെ പണിയോട് പണി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു ജീവിതം എന്ന് തോന്നുന്ന രീതിയിൽ ഇനി എന്ത് ചെയ്താൽ കടങ്ങൾ പരിഹരിക്കുമെന്നറിയാതെ നിസ്സഹായമായി നിൽക്കുന്നവരുണ്ട്. ഈശോയെ, അവരെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പുതിയൊരു ജീവിതം നൽകി കർത്താവ് അവരുടെ വഴി പോയി തിരിച്ചു വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാണാത്ത കാലം കെട്ടപ്പെട്ട് കിടക്കുന്നവരെ, മേൽഗതിക്ക് മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, അവർ ചുറ്റിത്തിരിയുന്ന ആ വിഷ്യ സർക്കിളിൽ നിന്ന്, വിഷമവൃത്തത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തങ്ങളുടെ ജീവിതം അവസാനിച്ചു പോയെന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, പോയി മരിക്കട്ടെ, പോയി തൊലയട്ടെ എന്ന് നിരാശയോടെ മദ്യപിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും തന്നെ നശിപ്പിച്ചുകൊണ്ട് നിശബ്ദമായ ആത്മഹത്യയിലേക്ക് പോകുന്ന ആൾക്കാരെ കർത്താവേ, അവരെ വീണ്ടെടുക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. അവർക്കെല്ലാം ഈ പ്രാർത്ഥന കൊണ്ട്, ഈ പ്രാർത്ഥന അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ ജീവിതത്തിലൂടെ ലഭിക്കാൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുണ്ടാകണം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളുടെ ഉദരത്തിലുണ്ടാകുന്ന കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. വളർച്ച മുട്ടിപ്പോയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഗർഭാശയ സിസ്റ്റുള്ളവർ, ഗർഭാശയത്തിൽ ക്യാൻസർ ഉള്ളവർ, ഉദരാശയ ക്യാൻസർ, ആമാശയ ക്യാൻസർ, കുടലിൻ്റെ കുരുക്ക്, അൾസർ, അരിസസ് രോഗങ്ങൾ, ആന്തരിക രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രെയിനിൽ കർത്താവ് സിസ്റ്റുള്ളവർ, ബ്രെയിൻ ഹെമറേജ് സംഭവിച്ചവർ,
ഹൃദയത്തിന് കർത്താവ് സ്റ്റോപ്പ് വന്ന് അവർക്ക് ഹൃദയത്തിന് ശ്വാസതടസ്സം ഉണ്ടായിരുന്നവർ, ഹൃദയത്തിന് ഒരു അറ്റാക്ക് കഴിഞ്ഞ ശേഷം പിന്നെ ജീവിതം തന്നെ മാറി മറിഞ്ഞു പോയെന്ന് വിചാരിച്ചതിന് വിഷമത്തിലിരിക്കുന്നവർ, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അവരെ ആരോഗ്യം വീണ്ടെടുത്തായിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ക്ലേശങ്ങളുള്ളവർ, ഒരു യാത്ര ചെയ്യുന്നതിന് പോലും ഇനി മനസ്സില്ല, പേടിയായിട്ട് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ പേരിൽ സമൂഹത്തെ പേടി, ലോകത്തെ പേടി, പോലീസിനെ പേടി, വക്കീലിനെ പേടി, അങ്ങനെ കുറേ മനുഷ്യന്മാരെ പേടിച്ച് ജീവിക്കുന്നവരെ കർത്താവെ അവരെല്ലാ സാക്ഷികളും പ്രാർത്ഥിക്കുന്നു. ഒരു കൊലപാതകവും മരണവും സംഭവിച്ചതിൻ്റെ പേരിൽ പിന്നീട് പല വർഷം കഴിഞ്ഞിട്ട് പോലും ആ കുടുംബത്തിന് ഗതി കിട്ടാതെ നിൽക്കുന്ന ഇരുണ്ടുപോയ കുടുംബങ്ങൾ, ഇരുണ്ടുപോയ ജീവിതങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്നു. ഈ പ്രാർത്ഥന കർത്താവിൻ്റെ പ്രാർത്ഥന, മരണത്തെ ജയിച്ചവൻ്റെ പ്രാർത്ഥന, ഉയർത്തെഴുന്നേറ്റവൻ്റെ പ്രാർത്ഥന, അത് പ്രാപിക്കുന്ന മക്കൾ കർത്താവെ ഉയർപ്പിൻ്റെ മഹ്യ പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗ്ഗം മുട്ടിപ്പോയവരെ, ജീവിതമാർഗ്ഗം എന്തെന്ന് അറിയാത്തവർ, പഠനം മുട്ടിപ്പോയവർ, എന്ത് പഠിക്കണമെന്ന് അറിയാത്തവർ, എവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് അറിയാത്തവർ, അഡ്മിഷൻ കിട്ടാതെ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഈശോയുടെ നാമത്തിൽ വീണ്ടെടുക്കപ്പെടട്ടെ. ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ അതാത് ദിവസങ്ങളിലുള്ള ഒരു ഹ്രസ്വ സൂത്രവാക്യങ്ങളാണ് പലപ്പോഴും ജീവിതത്തെ മേൽഗതി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡെയിലി ബ്രെഡിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ബൈബിൾ മൊത്തം നോക്കുമ്പോൾ ബൈബിളിനെ വിളിക്കുന്ന പേര് ഉടമ്പടി പുസ്തകം എന്നാണ്. ബൈബിൾ തന്നെ ഒരു ഉടമ്പടി പുസ്തകമാണ്. 2 രാജാക്കന്മാർ 23:3 എഴുതുക. സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ബൈബിൾ എന്ന് പറയണില്ല അവര്, കർത്താവിന്റെ പുസ്തകം എന്ന് പറയണില്ല, വചനഗ്രന്ഥം എന്ന് പറയണില്ല, മറിച്ച് ഉടമ്പടി ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളിന്. അതെ, ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ പാലിച്ച് അവിടുത്തെ പിന്തുടർന്നു കൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു. അത്രയേ ഉള്ളൂ. എന്താണ്? ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചു കൊള്ളാവുന്നു. നമ്മുടെ അതിൻ്റെ ആ ക്യാപിറ്റൽ വേർഷനിൽ നിന്നാണ് മരിയൻ ഉടമ്പടി ശാഖ എടുത്തിരിക്കുന്നത്. നമ്മളെന്താണ് അമ്മ പറയണത് എന്താണ്? ഇല്ലായ്മകൾ പരിഹരിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുക, കർത്താവിൻ്റെ കൽപ്പന പ്രമാണങ്ങൾ അനുസരിക്കുക എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ ഓരോരോ പ്രാദേശികമായ വിഷയങ്ങളിൽ പ്രാദേശികമായ രീതിയിൽ അത് നമ്മൾ പരിഹരിച്ചും അനുവർത്തിച്ചും പോകും. ബൈബിൾ എന്താണ്? ഉടമ്പടി പുസ്തകമാണ്. പുറപ്പാട് 24:7-8 എടുത്തേ. അനന്തരം ഉടമ്പടി ഗ്രന്ഥം എടുത്ത് അവിടെ കണ്ട പുറപ്പാട് 24 പറയണത് എന്താണ്? ഉടമ്പടി ഗ്രന്ഥം എടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. ബൈബിൾ എന്നല്ല പറയണത്, ഉടമ്പടി ഗ്രന്ഥം എന്ന് പറയണത്. കാര്യം ഈ ബൈബിളിൽ മൊത്തം ഉടമ്പടിയുടെ ഫോർമാറ്റിലാണ് എഴുതിയിരിക്കണത്. എന്തിനാണത്? ഈ പ്രവാചകന്മാർ വന്നതും പോയതും എല്ലാം എന്തിനാണ്? ജനങ്ങൾ ഉടമ്പടി പാലിക്കുന്നുണ്ടോ? ഉടമ്പടി പാലിക്കുന്നുണ്ടോ വെച്ചാൽ ഉടമ്പടി എന്തൊക്കെ വേണം? ഉടമ്പടി 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെ വേണം? ഫെയ്ത്ത്ഫുൾനെസ് വേണം, ദൈവത്തോട് വിശ്വസ്തത വേണം, പിന്നെ എന്ത് വേണം? ഒബീഡിയൻസ് വേണം, അനുസരണ വേണം. അപ്പം വിശ്വസ്തത, അനുസരണ, പിന്നെ എന്താ വേണ്ടത്? അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, ദൈവമായിട്ടുള്ള ബന്ധം. ഇത്രയും കാര്യങ്ങളാണ് ഉടമ്പടി കാതൽ. അപ്പോൾ ഫെയ്ത്ത്ഫുൾനെസ് വേണം, ഒബീഡിയൻസ് വേണം, റിലേഷൻഷിപ്പ് വേണം. അതായത് വിശ്വസ്തത വേണം, അനുസരണ വേണം, അതുപോലെ തന്നെ ദൈവത്തോട് ബന്ധം വേണം. അതിന് ആണ് നമ്മൾ ഉടമ്പടിയുടെ ഓരോ ഫോർമുല നമ്മൾ അത് ആക്ടിവേഷൻ പ്രിൻസിപ്പിളിൽ അവൻ പറയണ പോലെ ചെയ്യുന്നതിൽ ഓരോ കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ ഉടമ്പടിയിൽ ആ ബൈബിളിലൂടെ ഉപ്പുള്ളതാ, ഉപ്പ് ഉപയോഗിക്കുന്നതാണ്. അതിന് വിശ്വാസ പ്രയോഗം എന്ന് പറയും. വിശ്വാസം തന്നെ വിശ്വാസികൾ പ്രാർത്ഥിക്കാം, വിശ്വാസം പ്രഖ്യാപിക്കാം, വിശ്വാസം പ്രയോഗിക്കാം. അപ്പം നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കുക വേണം ഉടമ്പടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം വിശ്വാസത്തെ പ്രഖ്യാപിക്കണത് ആ പ്രയോഗത്തിലൂടെ നടക്കുന്നത് പ്രഖ്യാപനമാണ്. അപ്പം ഇതൊക്കെ അറിഞ്ഞു വേണം നമ്മൾ അതിൻ്റെ ശാസ്ത്രീയമായ വിഷയങ്ങൾ ആത്മീയ ശാസ്ത്ര ബൈബിൾ ശാസ്ത്രപ്രകാരം ചെയ്യാൻ വേണ്ടി.
ഇപ്പം ഉദാഹരണം ബൈബിളെല്ലാം അങ്ങനെ എന്താ, ഇതെല്ലാം നോട്ട് ബൈ മേട്ടിൽ നടക്കേണ്ടതാണ്. ബൈബിൾ ഉടമ്പടിയുടെ അടിസ്ഥാന സൂത്രവാക്യം, രക്ഷയുടെ സൂത്രവാക്യം എന്താ? രക്ഷ മനുഷ്യരാശി പ്രാപിക്കുന്നതിന് വേണ്ടിയാണല്ലോ ദൈവം ഉടമ്പടി കൊണ്ടുവന്നത്. അപ്പോൾ രക്ഷയുടെ അടിസ്ഥാന സൂത്രവാക്യം എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എഫെസ് 2:8 നിൻ്റെ കഴിവല്ല എൻ്റെ കൃപയെന്ന്. അപ്പം ഈ എൻ്റെ കൃപയെന്നുള്ള വിഷയം നമ്മുടെ കഴിവ് 0 മാറുമ്പോഴും അപ്രസ്തുതമാകുമ്പോഴും അത് അപര്യാപ്തം, കഴിവുകൾ അപര്യാപ്തമായി വരുമ്പോഴാണ് ശരിക്കും ഉടമ്പടി ആവശ്യമായി വരണത്. എൻ്റെ പേര് ബേബി മോൾ. ഞാനൊരു കോളേജിലെ പ്രൊഫസറാണ്, എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്നൈയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് ചെന്നൈയിലാണ്. എൻ്റെ മോള് ജോയാന. ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും പറയുന്നതിന് വേണ്ടിയാണ് താമസിച്ചു പോയി. ഒരു 1.5 വർഷം താമസിച്ചു പോയി. അതിന് മാതാവിനോടും ഈശോയോടും മാപ്പ് അപേക്ഷിക്കുന്നു. ഞാൻ 2022 ജൂണിലാണ് ആദ്യമായിട്ടിവിടെ. എൻ്റെ ചേച്ചി കൃപാസനത്തിലെ ഒരു സ്ഥിരം അഭയാർത്ഥിയാണ്. അപ്പോൾ ചേച്ചിയുടെ കൂട്ടത്തിലാണ് ആദ്യമായിട്ട് 2022 ജൂണിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ കൃപാസനത്തെപ്പറ്റി ഒത്തിരിയേറെ കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണെന്നോ അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതെങ്ങനെ പ്രാർത്ഥിക്കണം ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ 2013 നിറയെ പേർക്ക് അറിയത്തില്ല, എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് പോലും 2013 ജനുവരിയിലാണ് എൻ്റെ ഭർത്താവിനോട് ചോദിക്കുന്നത് എന്നാ PhDക്ക് രജിസ്റ്റർ ചെയ്തെന്ന്. ഞാൻ പലപ്പോഴും കള്ളം പറയും, 2014 2015 പറയും. പക്ഷേ ഞാൻ PhDക്ക് രജിസ്റ്റർ ചെയ്തത് 2013 ജനുവരിയിൽ. 2012 എൻ്റെ MTech തീർത്തതിന് ശേഷം 2013 ജനുവരിയിൽ എൻ്റെ PhD രജിസ്റ്റർ ചെയ്തു. അങ്ങനെ അത് PhD രജിസ്റ്റർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. എൻ്റെ ജോലി തിരക്കിലും കുഞ്ഞുങ്ങളെ വളർത്താനുള്ള തിരക്കിലും എല്ലാം. പിന്നെ എൻ്റെ മടിയും ഉണ്ട്, മടിയുടെ കൂടുതലും കൂടെ ഉണ്ട്. എല്ലാം അങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. 2019 ഞാൻ 18 വർഷമായിട്ട് ജോലി ചെയ്ത ഒരു എൻ്റെ കോളേജിൽ ഞാൻ 2001 മുതൽ 2019 വരെ ഒരേ കോളേജിൽ ലെക്ചറായിട്ട്, പിന്നീട് സീനിയർ ലെക്ചറായിട്ട് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. 2019 50 പേരെ അവിടെ അവർ പടിപടിയായിട്ട് ടെർമിനേറ്റ് ചെയ്യുക, ഒരു കാരണവുമില്ലാതെ 50 പേരെ പെട്ടെന്ന് ഒരു ദിവസം ഒരു ലിസ്റ്റ് വന്നു, 50 പേരെ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഞാൻ അവിടെ ഏറ്റവും ബെസ്റ്റ് ടീച്ചറായിട്ടൊക്കെ ഞാൻ ഒത്തിരി എക്സൽ ചെയ്തിട്ടുള്ള ഞാൻ പഠിച്ച കോളേജ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരിടത്ത് ഞാൻ നോക്കുമ്പോൾ 50ാമത്തെ പേരായിട്ട് എൻ്റെ പേര്, 50ാമത്തെ പേരിൽ എൻ്റെ പേരും ഉണ്ട് ടെർമിനേറ്റ് ചെയ്ത കൂട്ടത്തിൽ. അപ്പം ഞാൻ വളരെ വിഷമിച്ച്, കണ്ടപ്പോൾ ഒത്തിരി വിഷമിച്ച്. കാരണം എൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ ലൈഫ് സ്പാൻ ഞാൻ സ്പെൻഡ് ചെയ്ത കോളേജാണ്. പക്ഷേ എങ്കിലും ടെർമിനേറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റത്തെ പേഴ്സൺ, 50th പേഴ്സൺ. അപ്പോൾ ഞാൻ അവിടെ വളരെ സെറ്റിൽമെൻറ്റ് കാര്യങ്ങളെല്ലാം ഞങ്ങളവിടെ സ്ട്രൈക്കിന് ഒരു ദിവസം ഇരുന്നു പലരും. അപ്പം ഞാൻ എൻ്റെ മാനേജ്മെൻറ്റിനോട് ചോദിച്ചു, എനിക്ക് എന്തിൽ കുറവുണ്ടായിട്ടാണ് എന്നെ ടെർമിനേറ്റ് ചെയ്തത്. അവർക്ക് വാക്കുകളില്ല. അവർ പറഞ്ഞു ഹൈലി പെയ്ഡ് ആയിട്ടുള്ളവരെ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യുവാണ്, ബിക്കോസ് ഞങ്ങൾക്ക് കോസ്റ്റ് റിഡക്ഷൻ, അതാണ് അവർ പറഞ്ഞ കാരണം. ഓക്കെ, ഞാൻ അതിനകത്ത് അപ്പോൾ ഞാൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഈശോ എന്താ ഇതിൻ്റെ പദ്ധതി, എന്നെ എന്തുകൊണ്ടാണ് ഞാൻ ജോലി ഇല്ലാതായത്? 18 വർഷം ജോലി ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ അതിൻ്റെ മാനസികാവസ്ഥ ജോലി ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ എൻ്റെ PhD ഒന്നും ആയിട്ടില്ല, ഒരു പബ്ലിക്കേഷൻ പോലും ആയിട്ടില്ല. ഞാൻ എൻ്റെ ഇനീഷ്യൽ കോഴ്സ് വർക്ക് മാത്രം തീർത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 6 ഇയേഴ്സ് തീർന്നു, 5.5 ഇയേഴ്സ് തീർന്നു. പക്ഷേ എങ്കിലും പിന്നീട് 2019 മുതൽ ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് കൊറോണ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ്. അപ്പോൾ എൻ്റെ PhD ഞാൻ പയ്യെ ഓപ്പൺ ചെയ്ത് തിരിച്ചും പേപ്പറുകൾ എഴുതാൻ തുടങ്ങി. എൻ്റെ വർക്ക് അപ്പോഴാണ് ശരിക്കും ഞാൻ ആരംഭിച്ചത് തന്നെ. ഞാൻ എൻ്റെ ഓരോന്ന് വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. വീട്ടിലിരുന്ന് കുട്ടികളും ഭർത്താവും ഓരോരോ മുറികളിൽ ക്ലാസ്സുകൾ നടക്കുമ്പം എനിക്ക് കിട്ടുന്ന സമയമെല്ലാം ഇരുന്നുകൊണ്ട് കുറച്ചായിട്ട് പേപ്പറുകൾ 6 പേപ്പർ ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ 2019 മുതൽ പെട്ടെന്ന് കൊറോണ വന്നുകൊണ്ട് എല്ലാ ജേർണൽസ് എല്ലാം US ജേർണൽസ്, UK ജേർണൽസ് അങ്ങനെയാണ് വരുന്നത്. അത് പബ്ലിഷ് ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് 1.5 ഇയേഴ്സ് എടുക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് 2019 മുതൽ 4 പേപ്പർ, 2022 4 പേപ്പർ പബ്ലിഷ് ചെയ്തു. സ്കോപ്പസ് ഇൻഡെക്സ്ഡ് പേപ്പേഴ്സ് അറിയാവുന്നവർക്കറിയാം. സ്കോപ്പസ് ഇൻഡെക്സ്ഡ് പേപ്പേഴ്സ് 4 പബ്ലിഷ് ചെയ്തു. പക്ഷേ 2 പേപ്പർ ഞാൻ എഴുതിയത് ഓൾമോസ്റ്റ് 2 വർഷമായിട്ട്, അതായത് 2020 സബ്മിറ്റ് ചെയ്ത 2 പേപ്പേഴ്സ് 2 വർഷമായിട്ടും ഒരു അനക്കമില്ല, ഒന്നുമില്ല. ഒന്നൊരു US ജേണലും ഒന്നൊരു UK ജേണലും, രണ്ടിലും മറുപടിയില്ല. അവർ അക്സെപ്റ്റ് ചെയ്തു, റിവ്യൂ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നല്ലാതെ അത് പബ്ലിഷ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ശരിക്കും ഓൺലൈനിൽ പബ്ലിഷ് ആകും, പിന്നീട് ശരിക്കും പബ്ലിഷ് ആകും. അപ്പോൾ 2022 നടക്കാതെ വന്നപ്പം എല്ലാവരും ചോദിക്കും, എല്ലാവരും PhD തീർക്കുന്നുണ്ടല്ലോ, ബേബി മോള് മാത്രം എന്താ PhD തീർക്കാത്തത്? എല്ലാവരുടെയും പേപ്പർ പത്രത്തിൽ വരുന്നുണ്ടല്ലോ.
മമ്മി പറയുമ്പോഴൊക്കെ ഞാൻ പറയും, മമ്മി അതിനെല്ലാത്തിനും ഒരു സമയമുണ്ട്, അപ്പം ആയിരിക്കും സമയം. മാതാവിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അതിന് സമയമായത്. അപ്പോൾ 2022 ജൂണിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ മാതാവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ. എത്രയോ പേരുടെ പരിഹാസങ്ങൾ, ഞാൻ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, പക്ഷേ എൻ്റെ എന്തൊക്കെയോ സാഹചര്യങ്ങളുടെ പുറത്ത് ഈ പരിഹാസം ഞാൻ എത്ര നാൾ കേൾക്കും, ഇത് ഞാൻ എപ്പോൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ ജൂണിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. ജൂലൈ ഓഗസ്റ്റ് ആയപ്പോൾ അഞ്ചാമത്തെ പേപ്പർ, ഫസ്റ്റ് പേപ്പർ പബ്ലിഷ് ചെയ്യാനുള്ള പേപ്പറിൻ്റെ ഓൺലൈനിൽ പബ്ലിഷായെന്ന് പറഞ്ഞു. പെട്ടെന്ന് പബ്ലിഷായി. ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ആയപ്പോൾ പെട്ടെന്ന് എവിടുന്നുമില്ല, അത്രയും നാൾ ഒരു മെയിലോ ഒന്നും ഇല്ലാതിരുന്നിടത്ത് വിത്തിൻ 2 months ഈ 2 പേപ്പർ പബ്ലിഷായി. 5ാമത്തെ 6ാമത്തെ പേപ്പർ പബ്ലിഷായി. അപ്പോൾ ഒക്ടോബർ ആയപ്പോഴത്തേക്കും എല്ലാ പേപ്പറും പബ്ലിഷ് ചെയ്ത് തന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അത് യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി അത് അക്നോളജ് ചെയ്യണം, അവരത് അതിൻ്റെ ഇൻഡെക്സിങ് എല്ലാം നോക്കണം, അതിന് നിറയെ പ്രൊസീജിയേഴ്സ്. അത് സാധാരണ എടുക്കുന്നത് 3-5-6 മാസം എടുക്കും. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അത് എല്ലാം അതിൻ്റെ ഇൻഡെക്സിങ് എല്ലാം നോക്കി പബ്ലിഷ് ചെയ്യാൻ. എല്ലാം വിത്തിൻ 1 വീക്ക്, ഞാൻ കൊടുത്ത 1 വീക്കിനകം ഇൻഡെക്സിങ് അപ്രൂവ് ചെയ്ത് വന്നു. പിന്നെ സിനോപ്സിസ് സബ്മിഷനാണ് അടുത്തത്. അപ്പോൾ ഉടനെ തന്നെ എൻ്റെ ഗൈഡ് പറഞ്ഞു, മാം എല്ലാം യൂണിവേഴ്സിറ്റിയിൽ നിന്നെല്ലാം ത്രൂ ആയി വന്നിട്ടുണ്ട്, മാമിന് എത്രയും പെട്ടെന്ന് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുക വെച്ചാൽ ഞാൻ ഈ 3 വർഷം ജോലി ഇല്ലാതെ, അപ്പോൾ 3 വർഷമായി ജോലി ചെയ്യാം 2019 മുതൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ജോലി ഇല്ലാതിരുന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കി. ഇപ്പോൾ ഞാൻ ആ സമയത്താണ് എൻ്റെ പബ്ലിഷിംഗ് എല്ലാം ചെയ്തു. എൻ്റെ തീസിസ് അപ്പോഴാണ് ഞാൻ മൊത്തം ഇരുന്ന് എഴുതി തീർത്തു. ഓൾമോസ്റ്റ് 170-180 പേജസ് എഴുതി തീർത്തു. പെട്ടെന്ന് തന്നെ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ആയപ്പോഴത്തേക്കും സിനോപ്സിസ് നവംബർ 10th ആയപ്പോഴത്തേക്ക് എൻ്റെ സിനോപ്സിസ് ഞാൻ സബ്മിറ്റ് ചെയ്ത്. സിനോപ്സിസ് മീറ്റിംഗ് നടന്ന് നവംബർ 10th ആയപ്പോൾ, നവംബർ 14th ആയപ്പോൾ ഞാൻ എൻ്റെ തീസിസ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു. 14th സബ്മിറ്റ് ചെയ്ത് അത് വളരെ മിറക്കിളായിട്ട് യൂണിവേഴ്സിറ്റി അതിനകത്ത് ഒരു കറക്ഷൻസും ഇല്ലാതെ മൊത്തം സബ്മിറ്റ് ചെയ്ത് തീസിസ് സബ്മിറ്റ് ചെയ്ത് 14ാം തീയതി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഓർത്ത് 3 വർഷമായി ഞാൻ ജോലിക്ക് പോയിട്ട് ചുമ്മാ ഞാൻ കുറേ ഫാക്കൽറ്റി പ്ലസിൽ പോയിട്ട് കുറേ ജോലികളല്ല. അന്ന് വൈകുന്നേരം എനിക്ക് തോന്നുന്നത് ഒരു ഞായറാഴ്ച വൈകുന്നേരം ഞാനിരുന്ന് ഒരു 5 കോളേജിലേക്ക് ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്തു. കാരണം ഒരു 3.5 വർഷത്തെ ഗ്യാപ്പാണ് അന്നേരം. എങ്കിലും ഇനി ജോലി കിട്ടുമോ ഒന്നൊന്നും അറിയത്തില്ല. ശരി, തീസിസ് സബ്മിറ്റഡ് എന്ന് വെച്ച് അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് 2014 വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി ഞാനൊരു 5 കോളേജ് അപ്ലൈ ചെയ്തു. 2014 കഴിഞ്ഞ് 15ാം തീയതി രാവിലെ 9 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ ഒരു കോളേജിൽ നിന്ന്, മാം വിൽ യു കം ഫോർ ദ ഇൻ്റർവ്യൂ എന്ന് ചോദിച്ചുകൊണ്ട്. എനിക്ക് ഒറ്റ രാത്രി കൊണ്ട് പിറ്റേ ദിവസം, അപ്പോൾ ഞാൻ 3 വർഷത്തെ ഗ്യാപ്പുണ്ട് എല്ലാവരും റെസ്യൂമിനകത്ത് കണ്ടതാണ്. പക്ഷേ എങ്കിലും 2015ാം തീയതി രാവിലെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഇപ്പോൾ തന്നെ വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഇന്ന് ഞാൻ പുറത്താണ്, ഞാൻ നാളെ വന്ന്. 2016ാം തീയതി രാവിലെ എൻ്റെ ഇൻ്റർവ്യൂ, 2015 തന്നെ ഓൺലൈൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2016 രാവിലെ ഇൻ്റർവ്യൂ തീർന്ന് അവർ പറഞ്ഞു മാം ടുമോറോ മോർണിംഗ് 17ാം തീയതി രാവിലെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 2017 ആ ഒറ്റ ദിവസം കൊണ്ട് പിറ്റേ ദിവസം ഞാൻ ആസ് അസോസിയേറ്റ് പ്രൊഫസർ. അപ്പം എൻ്റെ സാലറി എല്ലാം ഞാൻ ചോദിച്ചത് 90,000 ആണ്. അവരെന്നോട് 85,000 ക്ലോസ് ചെയ്തു. 85,000 മാം തീർത്ത് കഴിയുമ്പോഴത്തേക്കും തീസിസ് വൈവ തീർന്ന് കഴിയുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ സാലറി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്തു. 3.25 വർഷത്തിന് ശേഷം ഞാൻ പെട്ടെന്നൊരു ജോലി. അപ്പം എത്രയോ രൂപ പെട്ടെന്നാണ്. ഗ്യാപ്പ് എന്നുള്ള ആർക്കെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആർക്കും ജോലിയൊന്നും അവർ കൊടുക്കത്തില്ല. പക്ഷേ എങ്കിലും അവിടെ മാതാവിൻ്റെ കൃപയോടുകൂടി അങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ അതിനുശേഷം അപ്പം മാതാവിന് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മുതൽ എൻ്റെ മാതാവിൻ്റെ കാശുരൂപവും എൻ്റെ രാവിലെയുള്ള പ്രാർത്ഥന 5 മണിക്ക് എഴുന്നേറ്റുള്ള പ്രാർത്ഥന മുടങ്ങാതെ 5:30 എന്നൊരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കും. അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ആ ഓയിൽ അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും കാശുരൂപം എൻ്റെ ബാഗിനകത്തുനിന്ന് ഞാൻ എടുക്കത്തേയില്ല. ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ പോകുമ്പോഴും എൻ്റെ കയ്യിലിങ്ങനെ ഉണ്ടാവും, എൻ്റെ ഇവിടെ ഇങ്ങനെ ചെസ്റ്റിൽ ഇങ്ങനെ ഇടും. ആ കാശുരൂപം ഇങ്ങനെ വെച്ചുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ ഞാൻ 2 തരം അറ്റൻഡ് ചെയ്തതും. അങ്ങനെ അത് തീർന്ന് PhD സബ്മിറ്റ് ചെയ്തു. 2023 ഏപ്രിൽ 12ാം തീയതി, സാധാരണ 1 വർഷമാവും സിനോപ്സിസ് തീസിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് വരാം. വിത്തിൻ 4 months കൊണ്ട് 2023 ഏപ്രിൽ 12ാം തീയതി എൻ്റെ വൈവയും തീർന്ന് ഡോക്ടറേറ്റും കിട്ടി. അപ്പോൾ അന്ന് മുതൽ ഇത് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് മാതാവിൻ്റെ അടുത്ത് വരണം എന്നുള്ളത്. അതിനുശേഷം വലിയൊരു ആഗ്രഹമായിരുന്നു, PhD ഇത്രയും ഡിലേ ചെയ്തല്ലോ, നീ എൻ്റെ PDF അപ്ലൈ ചെയ്യാൻ എന്നാ ചെയ്യുന്നത്, പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെലോഷിപ്പ് എന്ന് പറയാം, അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്. ഞാൻ അന്നേരം മുതൽ ഇപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു ഇപ്പോഴല്ലേ തീർത്ത്, കുറച്ച് റിലാക്സ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ അദ്ദേഹം അറിയാതെ തന്നെ ഓരോരോ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2023 ജൂൺ ആയപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിഡയിൽ നിന്ന് എനിക്ക് ഒരു ഗൈഡ് റിപ്ലൈ ചെയ്തു, PDF-ന് ഞാൻ ഗൈഡ് ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ PDF യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിഡയിൽ നിന്ന് ഹൈബ്രിഡ് മോഡൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ആദ്യത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എൻ്റെ മോളുടേതാണ്. ജോവാന, എൻ്റെ പേര് ജോവാനയാണ്. ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ മാതാവിനോട് കൂടുതൽ അടുക്കുന്നത് ഈ JEE ബോർഡ് എക്സാമിൻ്റെ ആ ഒരു സമയമാണ്.
അപ്പം ഡിസംബർ 2023 അന്നേരമാണ് ആദ്യമായിട്ട് എൻട്രൻസ് എക്സാമിൻ്റെ ഓരോരോ എക്സാമുകൾ വരുമല്ലോ. സോ അതിനകത്ത് ആദ്യമായിട്ട് അന്നേരമാണ് അമൃതയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് ഡയറക്റ്റായിട്ട് പോകുന്ന പോലെയായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു നീ ജസ്റ്റ് പോയി എഴുതിയിട്ട് വാ. അപ്പം ഞാൻ പോയി, അമ്മ കൊന്തയിൽ മറ്റേ അമ്മയുടെ കാശിരൂപം കൊളുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി എക്സാം എഴുതി. എക്സാം കുഴപ്പമില്ലായിരുന്നു, പക്ഷേ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അതെഴുതി. പിന്നെ JEE ഉണ്ടായിരുന്നു ജാനുവരിയിൽ. അന്നേരം അമ്മ പറഞ്ഞു നീ നേരത്തെ എക്സാമിനെക്കാട്ടിലും കുറച്ചും കൂടി വിശ്വാസമായിട്ട് അമ്മേനെ വിശ്വസിച്ച് നീ പോയി ആ എക്സാം എഴുതുക. അപ്പം ഞാൻ നമ്മളെ കൊന്തയിൽ കാശുരൂപവും പിന്നെ നമ്മളെ തൈലും പുരട്ടിയിട്ട് നമ്മളെ മറ്റേ തേനും കഴിച്ചിട്ട് ഞാൻ പോയി. അതായത് MCQ ഓപ്ഷനിൽ ഓരോ MCQ ഓപ്ഷനും നമ്മൾ മാതാവിനെ ഓർത്തിട്ട് കൃപാസന മാതാവിനെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ആ എക്സാം എഴുതി. എനിക്കതിൽ 86% കിട്ടിയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ നീറ്റിന് വേണ്ടി പഠിച്ചതാണ്, പക്ഷേ 86% JEEയിൽ കിട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാർക്ക് എന്നത്. പിന്നെ കുറേ എക്സാം എഴുതി. JEEയുടെ സെക്കൻഡ് ഫേസും എഴുതി. പിന്നെ SRMൻ്റെയും ബാക്കി കുറേ എക്സാമും. പിന്നെ ചെന്നൈയിൽ വലിയൊരു കോളേജാണ് SSN എന്ന് പറഞ്ഞത്, SNU ശിവനാടാർ യൂണിവേഴ്സിറ്റി എന്ന് പറയും. അതിൻ്റെ എക്സാം എഴുതി. അതും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എഴുതി. പക്ഷേ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഒന്നിനും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ അന്നേരം ബൈബിൾ തുറന്ന് നോക്കുമ്പോൾ നീ ഇനിയും ഹാർഡ് വർക്ക് ചെയ്യും, നിനക്ക് കിട്ടും എന്നാണ് എനിക്ക് ഓരോ വചനവും കിട്ടുന്നത്. അങ്ങനത്തെ ഒരു വചനമാണ് എനിക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, പോയി ആ എക്സാം എഴുതി. അതിനും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. നന്നായിട്ടാണ് പഠിച്ചിട്ടാണ് എഴുതിയത്, പക്ഷേ മാതാവിൻ്റെ കാശുരൂപം വെച്ചുകൊണ്ടാണ് ഓരോ ഓപ്ഷനും ഞാൻ ക്ലിക്ക് ചെയ്തത്. പക്ഷേ അതിൽ അത്ഭുതമായിട്ട് എനിക്ക് അതിൽ പാസ്സായി ഞാൻ ആ എക്സാമിൽ. പിന്നെ അടുത്തത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിൽ വെറും 1% ആണ്. എക്സാം എഴുതിയ 1% മാത്രമേ ഇൻ്റർവ്യൂ കിട്ടിയുള്ളൂ. പക്ഷേ ആ ഇൻ്റർവ്യൂവിലും ഞാൻ പാസ്സായി, നല്ലോണം ചെയ്തു. പക്ഷേ മൂന്നാമതൊരു സ്റ്റേജ് ഉണ്ട്, അതായത് 12th മാർക്ക് നോക്കുന്നതാണ് മൂന്നാമത്തെ സ്റ്റേജ്. പക്ഷേ ആ സ്റ്റേജിൽ എനിക്ക് 86 ഉണ്ടായിരുന്നുള്ളൂ 12th. അപ്പം അവിടെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ ജൂൺ 10 ജൂൺ 10 ഇങ്ങോട്ട് വന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, കാരണം ഒരു കോളേജും കിട്ടുന്നില്ല. നമുക്ക് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യണമെന്ന് എല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ വന്ന് മാതാവിനോട് രാവിലെ ഒരു ഉച്ച നേരമായപ്പോഴാണ് വന്നത്. ഉച്ച തൊട്ട് വൈകുന്നേരം ഉണ്ടായിരുന്നു. അതുവരെ പൊട്ടിക്കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, എന്നാ മാതാവേ എല്ലാവർക്കും ഒരു കോളേജ് കിട്ടുന്നത്, എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ലല്ലോ മാതാവേ എന്ന് ഓർത്തിട്ട്. അന്ന് വൈകുന്നേരമാണ് ഈ SNUയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ആ 12th മാർക്ക് സ്റ്റേജിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ കിട്ടിയില്ല എന്ന് അറിഞ്ഞ് കാറിൽ ഫുൾ പൊട്ടിത്തെറിച്ച് ഞാൻ കരഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ പോയി കരഞ്ഞു. അമ്മയോട് ഞാൻ കരഞ്ഞു, അമ്മ എനിക്കൊന്നും കിട്ടത്തില്ല എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് അടുത്ത ദിവസം രാവിലെ പാല വരെ പോയി ബ്രില്യൻറ്റിൽ റിപ്പീറ്റിൻ്റെ ആ ഒരു കോഴ്സ് എടുക്കാമോ എന്ന് ആലോചിച്ച് അത് ഇൻക്വയർ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇമെയിലൊരു നോട്ടിഫിക്കേഷൻ. ഇതെന്നതാ ഇത് എന്ന് നോക്കുമ്പോൾ അമൃത ആദ്യം എഴുതിയ അമൃതയുടെ ആ ഒരു എക്സാമിലായിരുന്നു, അതിലവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് വെറും 1 lakh എനിക്ക് മെറിറ്റ് തന്നെ എനിക്ക് എൻജിനീയറിംഗ് CSE കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കിട്ടി. ദൈവത്തിൻ്റെ 1000 നന്ദിയുണ്ട്. അതിൽ 9 സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്തു, പക്ഷേ 9 സ്ഥലത്തും എനിക്ക് കിട്ടിയില്ല. 9 എക്സാം എഴുതി. SRMൻ്റെ കിട്ടി, പക്ഷേ അത് 5 ലക്ഷം രൂപയാണ് അതിന് ഫീസ് കൊടുക്കേണ്ടത്. അത്രയൊന്നും നമ്മളെ കയ്യിലില്ല. അപ്പം ദൈവം അതിനൊന്നും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. വെറും 1 lakh 1 ലക്ഷത്തിൽ എനിക്ക് അമൃതയിൽ CSE എഞ്ചിനീയറിംഗ് ചെയ്യാൻ കിട്ടി എന്നുള്ളതാണ്. അതായത് കൃപാസനം പോയി അടുത്ത ദിവസം തന്നെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. മാതാവിനോട് 1000 നന്ദിയുണ്ട് എനിക്ക് പറയാൻ. മൂന്നാമതൊരു കാര്യമുണ്ട്. എൻ്റെ ഭർത്താവ് 11 വർഷം ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്ത്, അപ്പോൾ അവസാനം ഒരു 9 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കും ഇതുപോലെ ഹൈലി പെയ്ഡ് ആയിട്ട് അവരെ പുറത്താക്കണം. അപ്പോൾ അങ്ങനെ കോസ്റ്റ് റിഡക്ഷൻ്റെ ഒരു ഭാഗമായിട്ട് അവർ എന്നെ ചെയ്തു വെച്ചാൽ പുറത്താക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവർ പൂനെക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം ഞാൻ ജോലി ഇല്ലാതെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം വീട്ടിലെ ലോണുണ്ട്, ഹൗസിംഗ് ലോണുണ്ട്, കാറിൻ്റെ ലോണുണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് അദ്ദേഹം ഈ ഭാരം മുഴുവൻ ഒരാൾ തന്നെ ചുമക്കുന്നുണ്ട്. അദ്ദേഹം പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഞാൻ പൊയ്ക്കോ, എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ പോവുകയെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ പൂനെക്ക് 2 വർഷം പൂനെയിൽ പോയി ജോലി ചെയ്ത് 11 വർഷം ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത് അത്രയും സീനിയറായിട്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യും അദ്ദേഹം. രാവിലെയും പകലൊക്കെ നൈറ്റൊക്കെ ചിലപ്പോൾ ഫുള്ളിരുന്ന് ജോലി ചെയ്യും. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് പോലും 11 വർഷത്തിന് ശേഷം 2023 മെയ് ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ കോളേജിൽ നിൽക്കുമ്പോൾ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ പറയും ജോലി എപ്പം വേണമെങ്കിലും പോകാം, നീ റെഡി ആയിട്ടിരുന്നോളാൻ പറയും, കാര്യങ്ങളെല്ലാം നോക്കണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, മാതാവ് ഉണ്ടല്ലോ, ധൈര്യമായിട്ട് നിങ്ങൾ ഇരിക്കും, ഒന്നും ആകത്തില്ല. എനിക്ക് നല്ല ധൈര്യമാണ്, കാരണം മാതാവ് ഈശോയും എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളൊരു ധൈര്യം. അപ്പം അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ വീക്ക്നെസ്സിന് ഞാൻ ഓരോ പ്രാവശ്യം പറയും, ധൈര്യമായിട്ടിരിക്കും, നമുക്ക് നോക്കാം, എനിക്ക് ജോലി ഉണ്ടല്ലോ ഇപ്പോൾ തൽക്കാലം, അതുകൊണ്ട് ധൈര്യമായിട്ട് എന്ത് വന്നാലും നോക്കാം. പിന്നെ നമ്മുടെ ഈ സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അപ്പോൾ കൊണ്ട് പണയം വെക്കാനോ അതിനൊക്കെ അല്ലേ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ആശ്വസിപ്പിക്കും. അങ്ങനെ മെയ് 10 ആയപ്പം അദ്ദേഹം അവിടുന്ന് അദ്ദേഹം ജൂലൈയിൽ റെസിഗ്നേഷൻ കൊടുക്കാനടുത്ത് മെയ് ആയപ്പോൾ അവർ തന്നെ ടെർമിനേറ്റ് ചെയ്തു.
അപ്പോൾ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു. അദ്ദേഹം പിന്നെ ഒരു 3 മാസം അവർക്ക് ജോലി ചെയ്ത് കൊടുക്കണം. അപ്പം അവിടെ നിന്ന് പിന്നെ അദ്ദേഹത്തിന് BP-യും എല്ലാം കൂടി വല്ലാതൊരു ഹൈപ്പർ ടെൻഷൻ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ പറഞ്ഞു ഇനി അവിടെ ഇരുന്ന് ജോലി ചെയ്യേണ്ട, തിരിച്ച് ചെന്നൈക്ക് തന്നെ പോരും, കാരണം നമുക്കിവിടെ ഇരുന്ന് വർക്ക് ഫ്രം ഹോം അല്ല, ഇവിടെ ഇരുന്ന് തന്നെ 3 മാസം ചെയ്യാം. അപ്പം വീട്ടിൽ വരുമ്പോൾ തന്നെ ഒരു ആശ്വാസം ഉണ്ടാവില്ല. 2 വർഷമായിട്ട് ഭാര്യ കുടുംബത്തെ പിരിഞ്ഞിരിക്കുന്നു, എല്ലാം മാറുമെന്ന് പറഞ്ഞ് തിരിച്ച് അദ്ദേഹം അങ്ങനെ തന്നെ കാർ ഓടിച്ച് അത്രയും ദൂരം തിരിച്ച് പൂനെയിൽ നിന്ന് തിരിച്ച് ഇവിടെ വന്ന് ചെന്നൈയിൽ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങി 3 മാസമായിട്ട്. അപ്പം എന്നാന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സാലറി സ്കെയിലിനനുസരിച്ച് ഒരു തിരിച്ച് ജോലി കിട്ടാൻ അത്ര എളുപ്പമല്ല. അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു, ഒന്നുമില്ല. 3 മാസമായി, ടെർമിനേഷൻ കഴിഞ്ഞു, പിന്നെ അടുത്ത 4 5 മാസം. അപ്പോൾ ഞാൻ പറയും നോക്കാം, എല്ലാം ദൈവത്തിൻ്റെ ഹിതം പോലെ നടക്കട്ടെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 മാസം കഴിഞ്ഞപ്പം 2 ജോലി, ഒന്ന് ഒരു ബാംഗ്ലൂരിലും ഒന്ന് ട്രിവാൻഡ്രത്തും, 2 എണ്ണം ഒരുപോലെ വന്നു. അപ്പം ബാംഗ്ലൂർ പെട്ടെന്ന് തിങ്കളാഴ്ച ബാംഗ്ലൂർ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ ഒരു കമ്പനി ചെന്നൈയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ശനിയാഴ്ച വിളിച്ച് അദ്ദേഹം പറഞ്ഞ് നീ എന്തുകൊണ്ടാണ് ചെന്നൈ തന്നെ എൻ്റെ കമ്പനി ജോലി ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ബസ് കയറേണ്ട ആൾ ശനിയാഴ്ച ഈ അപ്പോയിൻമെൻറ്റ് ഓർഡർ മേടിച്ച് തിരിച്ച് ചെന്നൈ തന്നെ ആ ജോലി അദ്ദേഹത്തിന് കിട്ടി. അതാണ് 3ാമത്തെ. ഇങ്ങനെ ഇത് ഇനി ഒത്തിരി പറയാനുണ്ട്, ഇപ്പോൾ സമയത്തിൻ്റെ പരിമിതി മൂലം പറയുന്നില്ല. അതിനുശേഷം ഇത് കാശുരൂപവും എണ്ണയും അത് ഞങ്ങളുടെ ഇപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. ഈ കാശുരൂപം മോളാണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും ഇതിൽ എപ്പോഴും എൻ്റെ ബാഗിനകത്ത് എപ്പോഴും ഉണ്ടാവുക കാശുരൂപം. എണ്ണയാണെങ്കിലും ഒരു ദിവസം പോലും ഇല്ല. രാവിലെ എനിക്ക് കോളേജിൽ പോകാൻ എത്ര ലേറ്റ് ആയാലും ഈ പ്രാർത്ഥനയില്ല, എണ്ണ അപ്ലൈ ചെയ്യാതെ ഞാൻ ബസ് പോയാലും വേണ്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ ഇറങ്ങുള്ളൂ. കാരണം അല്ലെങ്കിൽ ഒരു ദിവസം അത് അപ്ലൈ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ പ്രാർത്ഥന മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ നമുക്കത് മനസ്സിലാക്കും, അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാവും. അങ്ങനെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് ഓരോരുത്തരും ഇപ്പം നമ്മുടെ അടുത്ത് മുന്നിൽ വന്ന് ആരെങ്കിലും ചോദിക്കും പൈസ തരും. അവിടെയൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ ബെഗ് ചെയ്യാൻ വരും. അപ്പോൾ അവരൊക്കെ ഞാൻ പറയും നിങ്ങൾ പോയി ജോലി ചെയ്ത് ജീവിച്ചുകൂടെ, എന്തിനും നല്ല ആരോഗ്യമുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് പോയി ജോലി ചെയ്ത് ജീവിച്ചുകൂടാ. പക്ഷേ ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ മുന്നിൽ ആര് വന്ന് നിന്നാലും അവരുടെ നിസ്സഹായാവസ്ഥയുടെ പുറത്താണ് അവർ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തുണ്ടോ എൻ്റെ കയ്യിൽ എന്തുണ്ടോ, അത് ചിലപ്പോൾ 50 രൂപയായിരിക്കും, 100 രൂപയായിരിക്കും, 500 രൂപയായിരിക്കും, ചിലപ്പോൾ 200-500 രൂപയായിരിക്കും. എനിക്ക് ആ ആളെ നോക്കി ഞാനത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാൻ ഇപ്പോൾ ഒരു മടിയില്ല. എനിക്ക് എന്തുണ്ടെങ്കിലും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ, ബെഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ നിസ്സഹായാവസ്ഥയാണ്. അപ്പം അങ്ങനെ എൻ്റെ ജോലിക്കാരുടെ അടുത്താണെങ്കിലും എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവരുടെ ആരുടെ അടുത്താണെങ്കിലും ആ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ മാതാവിൻ്റെ അടുത്ത് ഇപ്പോൾ ഞാനും മോളും എവിടെ ചെന്നാലും അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും എന്ത് കിട്ടിയില്ലെങ്കിൽ അവൾ പറയും കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, അപ്പം ഈ കാര്യങ്ങളെല്ലാം നടക്കും എന്നുള്ള ഇപ്പോൾ ഈ ഒരു വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൽ തന്നെ ഇനിയും അങ്ങോട്ട് ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നാലും ധൈര്യമാണ്, ഒരു പ്രത്യേക ധൈര്യമാണ് എന്തിനെ ഫേസ് ചെയ്യാനുള്ള. അത് ഈ ആലയത്തിൽ വന്നതിന് ശേഷം എനിക്ക് അല്ലെങ്കിൽ ധൈര്യമുണ്ട്, പക്ഷേ ആത്മീയമായിട്ടുള്ളൊരു ധൈര്യം എന്ന് പറയുന്നത് ഈ ആലയത്തിൽ വന്ന് കാല് ചവിട്ടിയതിന് ശേഷം മാത്രമാണ്. അതിന് തിരുക്കുമാരനോടും മാതാവിനോടും 1,000-1 കോടി നന്ദി പറയുന്നു. എല്ലാവരോടും അത് മാത്രമേ പറയാനുള്ളൂ. ഈ എന്ത് ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലും മാതാവും ഈശോയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു മദർ മേരി. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3:17 അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ കായ്കളില്ലാതായാലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും ഇതൊക്കെ ഇല്ലെങ്കിലും കർത്താവിൽ ഞാൻ ആനന്ദിക്കുമെന്നാണ് പ്രവാചകൻ പറയുക. ജീവിതത്തിൽ താനൊരു പ്രൊഫസറാണ്, എൻജിനീയറിംഗ് കോളേജിൻ്റെ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന മകള് തൻ്റെ 19 വർഷത്തെ ഡെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സേവനത്തിന് ശേഷം താൻ ഒന്നുമില്ലാതെ പുറത്തിറങ്ങേണ്ടി വന്ന അവസ്ഥ. അതുപോലെ ഹസ്ബൻഡ് 11 വർഷത്തെ ജോലിക്ക് ശേഷം അദ്ദേഹത്തിനും ജോലി നഷ്ടപ്പെടുന്നു. 10 കോളേജിൽ മകൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് 9 കോളേജിലും റിജക്ഷൻ. ഇവിടെയൊക്കെയല്ലേ ഈ പ്രവാചകൻ പറയുന്നത് നാം കൂട്ടി വായിക്കേണ്ടത്. ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് കൃപാസനം അമ്മ തങ്ങളുടെ ജീവിതത്തിൽ വസന്തവൃഷ്ടിയായിട്ട് തീർന്നത് തങ്ങളുടെ ജീവിതം? അതാണ് ജെറമിയ പിന്നീട് 17:7 കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകളെന്നും പച്ചയാണ്, വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇന്നിവിടെ പറഞ്ഞു നിർത്തുമ്പോൾ ഈ കുടുംബം പറയുന്ന അനുഭവത്തിൻ്റെ രത്നച്ചുരുക്കം. ഇന്ന് താങ്കൾ എങ്ങനെയാണ് ഈ പ്രതിസന്ധികളൊക്കെ തങ്ങൾക്ക് എങ്ങനെ കൃപയായി
പരിണമിച്ചു. 5.5 ലക്ഷത്തോളം രൂപ കൊടുത്ത് തനിക്ക് അഡ്മിഷൻ കിട്ടേണ്ടിയിരുന്ന തൻ്റെ ആ ഒരു സ്ഥാനത്ത് തനിക്ക് 1 ലക്ഷത്തിൽ തനിക്കിന്ന് അഡ്മിഷൻ കിട്ടിയെന്ന് മകൾ പറയുന്നു. അമ്മയും മകളും തങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സാക്ഷികളായി എവിടെ പോയാലും ആർക്ക് എന്ത് നടന്നില്ല അല്ലെങ്കിൽ പ്രതിസന്ധികളാണെന്ന് പറയുമ്പോഴും ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, കൃപാസനത്തിലേക്ക് പോ, അവിടെ ഒരു അമ്മയുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം. നമ്മുടെ അനുഭവങ്ങൾ നാം മറച്ചു വയ്ക്കുകയല്ല, മൂടി വയ്ക്കുകയല്ല. എന്നാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തൻ്റെ PhD 2012 തൊട്ട് തുടങ്ങിയതാണ്. എന്നാൽ അതിനൊന്നും ഒരു തീരുമാനവും വന്നില്ല. പക്ഷേ തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ ജോലി നഷ്ടപ്പെടുത്തിയതൊക്കെ ഇന്ന് കൃപയായിട്ടാണ് ഈ ബേബി മോള് ഇവിടെ പങ്കുവയ്ക്കുക. അതുമൂലം തനിക്ക് തൻ്റെ തീസിസ്, സിനോപ്സിസ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ PhD അത് തുടരുന്നു. അങ്ങനെ തനിക്ക് ഡോക്ടറേറ്റ് ലഭിക്കാനിടയായി. എല്ലാം ദൈവത്തിൻ്റെ കൃപകളായിട്ട് എണ്ണുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.